ശ്രീ വിഷ്ണു, ഈ CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി അത് രൂപീകരിക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ന്യായാധിപന്റെ പരാമർശം, ആ പരാമർശത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നത്. ഒരു 5 പോയിന്റ് അജണ്ട, 5 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു അജണ്ട ഈ പാർട്ടി മുന്നോട്ട് വെക്കുകയും, ഈ പാർട്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ സ്വയം തന്നെ വിശേഷിപ്പിച്ചത് ഒരു പാരഡി പാർട്ടിയാണ് എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യം കുറെ കൂടി ഗൗരവമുള്ളതായി മാറിയിരിക്കുന്നു. ആദ്യം എക്സിന്റെ നിയന്ത്രണം വന്നു, ഇനി കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു ഈ പാർട്ടിക്ക് മേൽ, കാരണം ഈ കൂട്ടായ്മയ്ക്ക് മേൽ. അതിന് കാരണം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒന്നായി മാറും എന്ന ആശങ്ക IBയുടെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. എന്താണ് ആ പാർട്ടിയെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയിൽ വിഷ്ണുവിന് പറയാനുള്ളത്? ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണ്? അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെയോ ഒന്നും തന്നെ പിന്തുണ ഇല്ലാതെ ഇന്ന് സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ യുവാക്കളിൽ നിന്ന്, സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് ഈ പറഞ്ഞ ഇതുപോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് തന്നെ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു CJP മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം പിന്തുണയുടെ ആവശ്യമുണ്ടോ വിഷ്ണു? യഥാർത്ഥത്തിൽ മുഖ്യധാരാ മാധ്യമത്തിന്റെ പിന്തുണയുടെ ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടെയാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തുന്നത്. അപ്പം അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാഹചര്യം ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കഴിഞ്ഞാലും മറ്റ് മീഡിയയിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ട് വ്യക്തമാണ് എന്താണ് കാരണം എന്നുള്ളത്. കാരണം 65% വരുന്ന യുവാക്കൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അൺഎംപ്ലോയ്മെന്റ് ആയിക്കഴിഞ്ഞാലും ജീവിത നിലവാരം താഴോട്ട് പോകുന്നതായി കഴിഞ്ഞാലും മറ്റ് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എതിരെ നമുക്ക് ഒരു ശബ്ദിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പം നിലവിൽ ഒരുപാട് അതായത് പല പാർട്ടികൾ, അതായത് പ്രധാനപ്പെട്ട ചില പാർട്ടികളുടെ തന്നെ ആക്രമണം ഒരു സൈഡിൽ സോഷ്യൽ മീഡിയ സൈഡുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ എക്സ് ഹാൻഡിലുകൾ പൂട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഹാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോക്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഉൽക്കാപതനത്തിൻ്റെ സമയത്ത് പോലും രക്ഷപ്പെട്ട് ഇന്ന് ഈ നിലയിലെത്തിയ ഇപ്പോഴും ജീവനോടെയുള്ള ഒരു ജീവിവർഗമാണ് കോക്രോച്ച്. അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് പൂട്ടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു എക്സ് ഹാൻഡിൽ പൂട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒന്നും അത് നമ്മുടെ ഈ ഒരു മൂവ്മെന്റിനെ യാതൊരു കാരണവശാലും ബാധിക്കാൻ വേണ്ടി അല്ല വിഷ്ണു, ഇത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് പൂട്ടിക്കുന്നതോ ഒരു എക്സ് ഹാൻഡിൽ പൂട്ടിക്കുന്നതോമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലല്ലോ. ഇതിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ കൂട്ടായ്മ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള IB കണ്ടെത്തലുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന നടപടികൾ ആണ് ഈ നിയന്ത്രണങ്ങളുടെ രൂപത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു എക്സ് ഹാൻഡിൽ പൂട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. ഇത് രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടായ്മയായി മാറുമോ എന്ന ആശങ്കയാണല്ലോ പ്രധാനമായിട്ട്. മാത്രമല്ല, നിങ്ങളുടെ ഈ CJP വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഓഗി ജനതാ പാർട്ടി എല്ലാ ജന്തുക്കളെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും ജന്തുക്കൾക്കെതിരെ തുടച്ചു നീക്കുക എന്ന പ്രഖ്യാപനവുമായി വേറൊരു OG പാർട്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോക്രോച്ച് അവാമി പാർട്ടി എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ മറ്റൊരു മൂവ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ആകമാനം ഇതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായി മാറുമോ എന്ന ആശങ്കയാണല്ലോ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. വിഷ്ണു? അല്ല, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പൗരനും ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഒക്കെ ഇൻസർജൻസി ആയിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് പേടി ഉണ്ട്. ആ പേടിയാണ് അവരെ ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്താനുള്ള കാരണം ആവുന്നതും. അതല്ലാതെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു
നമ്മുടെ ഗവൺമെന്റ് മെഷീനറീസിനെതിരെയോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകളിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇതുവരെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരാൾക്കാരോ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. ആശയപ്രചാരണങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്കിതുവരെ വ്യക്തമായിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള നറേറ്റീവ് മാത്രമാണ്. ഇതൊരു പ്രതികരണ കൂട്ടായ്മയാണോ അതോ ഒരു പ്രതിഷേധ കൂട്ടായ്മയാണോ? ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണോ? നിലവിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടോ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടൊന്നും തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ചൊരു ആഭിമുഖ്യമില്ല. ഇപ്പം നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആരായാലും നല്ലതാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തെറ്റിനെതിരെ പ്രതിഷേധിക്കുകയും. അങ്ങനെയാണെങ്കിൽ ഈ CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യമാണല്ലോ. അതെ, അതിന് രാഷ്ട്രീയ സ്വഭാവമില്ലേ? ഭരിക്കുന്നത് കഴിഞ്ഞ 12 വർഷമായിട്ട് ഭരിക്കുന്നത് BJP അല്ലേ? BJP ഭരിക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഒരു വകുപ്പിന്റെ രീതിയിൽ കീഴിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന നിലയിൽ അതിന്റെ ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടത് ആ മന്ത്രിയാണ്, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് ഇപ്പം നാളെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും പ്രതിഷേധം ഉണ്ടാവും, ചോദ്യം ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. അത് കേന്ദ്ര ഇന്ന പാർട്ടി അല്ലെങ്കിൽ BJP പറഞ്ഞില്ല വിഷ്ണു. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഈ കൂട്ടായ്മ, വിഷ്ണു, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇതൊരു പ്രതികരണ കൂട്ടായ്മയാണോ, ടു റെസ്പോണ്ട്, ടു റിയാക്ട് എന്നതാണോ, അതോ ഇതൊരു പ്രതിഷേധ കൂട്ടായ്മയാണോ? നിങ്ങളുടെ ഇതെന്ന് ഈ കളക്റ്റീവ് എന്ന് പറഞ്ഞത് ഇതൊരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയുള്ളതാണോ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിലവിൽ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലോട്ടൊന്നും പോകുന്നില്ല. നോർമലായിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മൾ മറ്റ് ഇതിന് പുറമേയുള്ള മറ്റ് ആക്ടിവിറ്റികളും സമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് സാമൂഹികമായിട്ടുള്ള ആക്ടിവിറ്റികളും യൂത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ നിലവിൽ ഇതിനെ കാണുന്നത്. അതിൻ്റെ കൂടാതെ ഈ പറഞ്ഞ ഭരണതലങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നിലവിൽ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.